നമസ്കാരം. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് RCBക്ക് IPL കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കിരീടം ലഭിച്ചപ്പോൾ അത് ആഘോഷമാക്കാൻ തന്നെ ആരാധകർ തീരുമാനിച്ചു. ആ തീരുമാനമായിരുന്നു ഇഷ്ടതാരങ്ങളെ ഒരു നോക്ക് കാണാൻ അവരെ ബംഗളൂരുവിൽ എത്തിച്ചത്. എന്നാൽ ഇഷ്ടതാരങ്ങൾക്കൊപ്പം IPL വിജയാഘോഷത്തിനായി ബംഗളൂരു നഗരത്തിന്റെ കാത്തിരിപ്പ് അവസാനിച്ചത് വൻ ദുരന്തത്തോടെയായിരുന്നു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടമായത് 11 പേർക്കാണ്. 47 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദുരന്തം നടന്ന ഒരു രാത്രി പിന്നിടുമ്പോൾ കാരണം തിരക്കുകയാണ് അധികൃതരും. കൃത്യമായ മുന്നൊരുക്കം നടത്താതെ പരിപാടി സംഘടിപ്പിച്ചതാണ് അപകടത്തിൽ കലാശിച്ചത്. ഇഷ്ട ടീമിനെയും താരങ്ങളെയും അടുത്ത് കാണാൻ ആവേശത്തോടെ ഒഴുകിയെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. 35,000 ആളുകളെ മാത്രമാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുക. എന്നാൽ ഇന്നലത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് 2 മുതൽ 3 ലക്ഷത്തോളം പേരാണെന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നത്. നിയന്ത്രണാതീതമായി ആളുകൾ എത്തിയതോടെ പോലീസിന് നിയന്ത്രണം നഷ്ടമായി. കൂട്ടത്തോടെ സ്റ്റേഡിയത്തിന് അകത്തേക്ക് കയറാൻ ശ്രമം ഉണ്ടായതോടെയാണ് തിക്കും തിരക്കും ആരംഭിച്ചത്. ചെറിയ ഗേറ്റിലൂടെ 300 പേരൊക്കെയാണ് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചതെന്നാണ് ദൃക്സാക്ഷികളും പറയുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. അതോടെ തിക്കും തിരക്കും ഉണ്ടായി. തുടക്കത്തിൽ ആളുകൾ ഞെരുങ്ങി പരിക്കേറ്റിരുന്നു. കൂടുതൽ ആളുകൾ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ബാരിക്കേഡുകൾ മറിഞ്ഞു വീണത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. വിജയാഘോഷ പരിപാടിക്ക് പാസുകളും നൽകിയിരുന്നു. എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ പാസ് ലഭിച്ചിരുന്നുള്ളൂ. എല്ലാവർക്കും പരിപാടിയിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ടെന്ന പ്രഖ്യാപനത്തോടെയാണ് വലിയ ആൾക്കൂട്ടം സ്റ്റേഡിയം പരിസരത്തും എത്തിയത്. ദുരന്തത്തെക്കുറിച്ച് പോലീസ് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിലും സമാനമായ വിശദീകരണങ്ങളാണ് നൽകുന്നത്. സ്റ്റേഡിയം പരിസരത്ത് പെട്ടെന്ന് ആൾക്കൂട്ടം രൂപം കൊണ്ടതായും ബാരിക്കേഡ് മറികടന്ന് സ്റ്റേഡിയത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നുമാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിലും പറയുന്നത്. പരിപാടിക്ക് സാധ്യമായ എല്ലാ സുരക്ഷയും ഒരുക്കിയിരുന്നു എന്നും പോലീസ് അവകാശപ്പെടുന്നുണ്ട്. ഒരു കുട്ടിയടക്കം 11 പേരുടെ ജീവൻ കവർന്ന ചിന്നസ്വാമി സ്റ്റേഡിയം ദുരന്തത്തിൽ കർണാടക സർക്കാർ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിശദീകരണം തേടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.